ആ സൂര്യനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഈ സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ പഠിക്കുമ്പോഴാണ് അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ സൗരയുഗത്തിലെ ആ നക്ഷത്രമായ ആ സൂര്യനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ സിറാജൻ വഹാജാ. നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാഗുഹയിൽ ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തില് ഇഖ്റാന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാണ്. അതായത് സൗരയുഗത്തിലെ എന്റെ പ്രിയമുള്ളവരെ ആ നക്ഷത്രമായ സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? വജഅൽനാ, നാം നിങ്ങൾക്ക് നൽകിയില്ലയോ, ആക്കി തന്നില്ലയോ, സിറാജൻ വഹാജാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഒരു വിളക്കിനെ അതായത് നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യനോട് ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, എന്താണ് സൂര്യനെന്ന് നാം മനസ്സിലാക്കണോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടല്ലോ രാവും പകലും എന്റെ പ്രിയമുള്ളവരെ തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ സൂര്യൻ എന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ടല്ലോ, ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ സൂര്യനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അതില്ലാതായി പോയി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അന്ധകാരമായി മാറില്ലേ? ഈ ലോകം മുഴുവനും അന്ധകാരമായി മാറില്ലേ പ്രിയമുള്ളവരെ? അതായത് ഇരുട്ടായി പോവുകയില്ലേ പ്രിയമുള്ളവരെ? എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, എന്നാൽ ഈ ലോകാവസാനത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ച കൂട്ടത്തില് സൂര്യനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നത് എന്താണെന്നറിയുമോ? ഈ അനന്തമായി നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ പ്രിയമുള്ളവരെ, കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന ഈ സൂര്യനുണ്ടല്ലോ ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ പടിഞ്ഞാറുദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ സൗരയുഗത്തിലെ ഈ നക്ഷത്രമായ ഈ സൂര്യനുണ്ടല്ലോ, ഇന്ന് പഠനങ്ങൾ പോലും പറയുന്ന ഈ സൂര്യന് എന്റെ പ്രിയമുള്ളവരെ, ഈ സൂര്യൻ ഒരു നാൾ പടിഞ്ഞാറുദിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ എന്റെ പ്രിയമുള്ളവരെ ISROയിലെ പേടകം എന്റെ പ്രിയപ്പെട്ടവരെ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ സൂര്യനെ കുറിച്ച് പഠിച്ചില്ലേ പ്രിയമുള്ളവരെ? എന്നാല് ഇന്ന് ISRO എന്ന് പറയുന്ന ഒരു ടീമിന്റെ ശാസ്ത്രമുണ്ടല്ലോ, അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ചെയർമാനായ സോമനാഥനോട് ഒരിക്കലും ചോദിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ ഈ ലോകം അവസാനിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ എന്റെ പ്രിയമുള്ളവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് തന്നെയല്ലേ? കൂട്ടി വായിക്കണം പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ എത്രയോ അത്ഭുതമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ചന്ദ്രയാൻ 3 എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പല രാജ്യക്കാരും ഇന്ന് ആ ചന്ദ്രനിലേക്ക് ആ പേടകം ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇന്ന് ആദ്യമായി ഇന്ത്യയിലെ ISRO എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രലോകം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രലോകമാണ് പ്രിയമുള്ളവരെ. അതാ പേടകം അവിടേക്ക് ഇറക്കിയപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഇന്ന് അഭിമാനം കൊള്ളുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് കേട്ട സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയുമോ? ആ ISROയിലെ ചെയർമാനോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു അവതാരകൻ ചോദിക്കുകയാണ്, വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ ലോകം അവസാനിക്കുമെന്ന്, ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ സോമനാഥൻ എന്ന് പറയുന്ന ISROയിലെ ചെയർമാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? തീർച്ചയായും ഈ ലോകം അവസാനിക്കുന്നതാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി വെറും 4000 മില്യൺ ഇയേഴ്സ് മാത്രമേ സൂര്യന്
അസ്തമിച്ചു പോകുന്നതില്, സൂര്യൻ നശിച്ചു പോകുന്നതിൽ സംശയമില്ല എന്ന് ISROയിലെ ചെയർമാൻ പോലും ലോകത്തോട് പ്രസ്താവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണേ. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയുമോ പ്രിയമുള്ളവരെ? അതായത് ആ സൂര്യന്റെ ഉണ്ടല്ലോ തീജാലകൾ ഇങ്ങനെ കത്തിത്തീരുമ്പോ അതിന്റെ ഭ്രമണപഥത്തെക്കാൾ അത് ജീർണിച്ചു വരികയാ, അതിന്റെ ഭ്രമണപഥത്തെക്കാൾ അത് വലുതായി വരികയാ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ചന്ദ്രനും എല്ലാ ഗ്രഹങ്ങളും ഉണ്ടല്ലോ, ആ സൂര്യൻ എന്ന് പറയുന്ന തീജാലമായ ആ സൂര്യനിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പ്രവേശിക്കുകയും അങ്ങനെ ഈ ഗ്രഹങ്ങൾ മുഴുവനും നശിച്ചു പോവുകയും എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. എന്നിട്ട് ആ സൂര്യനുണ്ടല്ലോ കത്തി അതിന്റെ ചാലകൾ തീരുമ്പോ ഒരു സ്റ്റാറായി മാറുമെന്ന് ഇന്ന് ചന്ദ്രയാൻ 3 പ്രിയമുള്ളവരെ ISROയിലെ പേടകം ഇന്ന് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠനങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാസ്ത്രലോകം പോലും നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താ പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നതെന്ന് കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരികൽ ബസറു വഹസഫൽ ഖമറു വജുമിഅ ശംസു വൽ ഖമർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ പ്രിയമുള്ളവരെ, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാല് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഫൈദാ ബരികൽ ബസറു, അത് കണ്ണുകളെ ഉണ്ടല്ലോ അന്താളിപ്പിച്ച് കളയുന്ന സംഭവമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഹസഫൽ ഖമർ, ഈ സന്ധ്യാസമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശോഭയോട് ഉദിച്ചു നിൽക്കുന്ന കാണാൻ നല്ല രസമുള്ള ഈ ചന്ദ്രനുണ്ടല്ലോ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ വഹസഫൽ ഖമറു, ഈ ചന്ദ്രന്റെ പ്രകാശമുണ്ടല്ലോ ഇരുളയുകയും ചെയ്താല് സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ ഇത് തന്നെയല്ലേ എന്റെ പ്രിയമുള്ളവരെ സോമനാഥനും പറഞ്ഞത്? ISROയിലെ ചെയർമാനായ സോമനാഥനും പറഞ്ഞതിന്റെ പ്രിയമുള്ളവരെ ഇത് തന്നെയല്ലേ? അതായത് സൂര്യന്റെ തീജാലകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കത്തിത്തീരുമ്പോൾ അതിന്റെ ഉണ്ടല്ലോ ഭ്രമണപഥത്തെക്കാൾ അത് വലുതാകുകയും എന്നിട്ട് എല്ലാ ഗ്രഹങ്ങളും അതിലേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് നശിച്ചു പോവുകയും അതാ എന്നിട്ട് തീജാലകളെല്ലാം കത്തിത്തീർന്ന് ഒരു സ്റ്റാറായി, ഒരു നക്ഷത്രമായി എന്റെ പ്രിയമുള്ളവരെ സൂര്യൻ മാറുമെന്ന് ISROയിലെ ചെയർമാനായ സോമനാഥൻ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞെങ്കിൽ വിശുദ്ധമായ ഖുർആൻ എന്നേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു തന്ന സത്യമാണെന്ന് മനസ്സിലാക്കണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അതുകൊണ്ട് തന്നെയല്ലേ ഒരു ഭാഗത്ത് ചോദിക്കുന്നത് ഇദാ വഖഅതിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ, ആ ഖിയാമത്ത് നാളെ സംഭവിച്ചാൽ ലൈസ ലിവഖഅതിഹാ കാദിബാ, അതിനെ നിഷേധിക്കാൻ ആരുമില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, ലോക സംവിധാനങ്ങൾ പുരോഗമിക്കുക തന്നെ ചെയ്യും. എങ്ങനെയെന്നറിയുമോ? ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാല് സ്വർഗം കാണുന്നത് വരെ ഉയരാനായിട്ട് ടെക്നോളജികൾക്ക് കഴിയും. ഇത്രയും ശാസ്ത്രത്തിന്റെ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചുയരാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകിയിരിക്കുന്നത് പ്രിയമുള്ളവരെ. ഇതിലൂടെ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ അതല്ലല്ലോ ചിന്തിക്കുന്നത്. ഇന്ന് ശാസ്ത്രലോകം ഉയർന്നു കഴിയുമ്പോ ഇന്ന് ഖുർആൻ പിറകെയാണ് സഞ്ചരിക്കുന്നത്, മതങ്ങൾ പിന്നെയാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രമാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകളിലേക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, നിരീശ്വര ചിന്തകൾ കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ.
ഇന്ന് ഖുർആനല്ലടോ പിറകോട്ട് സഞ്ചരിക്കുന്നത്, വിശുദ്ധമായ ഖുർആനാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രലോകം ഇന്ന് ഖുർആൻ പറഞ്ഞത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ പോലും ചന്ദ്രയാൻ 3, അതായത് ചന്ദ്രനിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രമാണ് ആദ്യമായി ഇറക്കിയെന്ന് അഭിമാനം കൊള്ളുമ്പോ ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്ന ചില ആളുകളുണ്ട്. ഇനി തൊട്ട് ആ പേടകം ശിവശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ പണിതാലും എന്തൊക്കെ പറഞ്ഞാലും ഇതാ സംഭവിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ ഭൂലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. നാം ഇന്ന് പലതും എന്റെ പ്രിയമുള്ളവരെ നിസാരമായി കാണുന്നവരാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പോലും നാം ഇന്ന് നിസാരമായി കാണുന്നവരല്ലേ. അതുകൊണ്ട് തന്നെയാ പ്രിയമുള്ളവർ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മേലെ എല്ലാവരും കുതിര കയറാൻ വരുന്നതെന്ന് മനസ്സിലാക്കാത്തതെന്ത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ലടോ. അവന്റെ സംസാരം, മൗനം, ചലനവും നിശ്ചലനവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണം. പ്രിയമുള്ളവരെ, ലോകത്തുള്ള സകലതും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നിയന്ത്രിച്ച സംവിധാനത്തിലൂടെയാണ് ചലിക്കുന്നത്. അള്ളാഹു നിയന്ത്രിക്കുന്ന സംവിധാനത്തിലൂടെയാണ് ചലിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകമിറങ്ങുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയെങ്കിൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട സത്യമുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ കുതിരത്താണ് പ്രിയമുള്ളവരെ. ചന്ദ്രയാൻ 3 പ്രിയമുള്ളവരെ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്ന് പറഞ്ഞ് നാം അഭിമാനം കൊള്ളുമ്പോ ഈ ഭൂമിയിൽ നിന്ന് ആദ്യമായി എന്റെ പ്രിയപ്പെട്ടവരെ 2019 ചന്ദ്രയാൻ 1 ഇറങ്ങുന്നത്. എന്നാൽ അത് ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അത് സ്ക്രാച്ച് പറ്റുകയും പിന്നീട് പ്രിയമുള്ളവരെ അത് നശിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഒരു വർഷം എന്റെ പ്രിയമുള്ളവരെ ചന്ദ്രയാൻ 2 ഇറക്കി എന്റെ പ്രിയമുള്ളവരെ അതും പരാജയപ്പെട്ടപ്പോ അതിന്റെ ന്യൂനതകൾ മനസ്സിലാക്കി എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ശാസ്ത്രലോകം എന്റെ പ്രിയപ്പെട്ടവരെ 2023 ജൂലൈ 14 കുതിച്ചുയർന്ന ചന്ദ്രയാൻ പേടകത്തിന് ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് കൃത്യസമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തില് ആഗസ്റ്റ് 5 പ്രിയമുള്ളവരെ ചന്ദ്രയാൻ 3 പ്രവേശിച്ചത്. ആഗസ്റ്റ് 23 ഭ്രമണപഥത്തിൽ ചന്ദ്രന് ഏറ്റവും അടുത്തെത്തിയതോടെ വേഗത നിയന്ത്രിച്ച് ലാൻഡ് ചെയ്ത് ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെങ്കിൽ അതായത് ഒരു മിതുവിറക്കം എന്റെ പ്രിയമുള്ളവരെ ഒരു മൃദുവിറക്കം നടത്തുകയും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ചന്ദ്രയാൻ 3 ഇറങ്ങാനുള്ള കാരണവും എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിക്കും ചന്ദ്രനുമൊക്കെ നിശ്ചിതമായ ഒരു ചലനാക്രമം ഇല്ലെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നോ എന്റെ പ്രിയമുള്ളവരെ? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു കണക്ഷനുമില്ലാതെ എന്റെ പ്രിയമുള്ളവരെ ഈ ആകാശ ഭൂമികളെയും ചന്ദ്രനുകളെയും എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നെങ്കിൽ, അള്ളാഹു നിയന്ത്രിക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധി എത്രയോ വലുതാ പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ കുതിരത്ത് എത്രയോ വലുതാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഈ ചലനങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ചന്ദ്രയാൻ 3 എന്റെ പ്രിയമുള്ളവരെ ഇറങ്ങാൻ കഴിയുമായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. 1600 കിലോമീറ്ററിലധികം വേഗതയിൽ പഠനങ്ങൾ പറയുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ. ജസ്റ്റ് ഒരു നിമിഷം എന്റെ പ്രിയമുള്ളവരെ നിന്നുപോയാൽ എന്താണ് സംഭവിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതേ വേഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളും ഈ മണ്ണുകളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയാണോ ഈ ഭൂമിയുടെ ചലനം നിന്നുപോയത് അതേ മൂവ്മെന്റിൽ എന്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം ചുറ്റിക്കറന്ന് പറന്നു പോകുമെന്ന് പഠനങ്ങൾ പോലും എന്റെ പ്രിയമുള്ളവരെ പഠനങ്ങൾ പോലും ഇന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, അള്ളാഹു എത്രയോ സംവിധാനങ്ങളാ നൽകിയിരിക്കുന്നത്. ആകാശത്തിനും ഭൂമിക്കും ഇവിടുത്തെ ഗ്രഹങ്ങൾക്കും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് മനസ്സിലാക്കണോ. ഇന്നുണ്ടല്ലോ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഖുർആൻ ഖുർആനിനേക്കാൾ മുമ്പാണ് ശാസ്ത്രലോകം ഇന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകൾ ഇറക്കുന്ന നിരീശ്വരവാദികളോട് പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയുമോ? ചന്ദ്രനിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്നെങ്കിൽ
പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദീനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ, ആളുകളെ പുറത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വര ചിന്തകളോട് പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്ദാരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെ മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നു പോയിക്കോളുവിന്. എന്നാൽ ഇതെല്ലാം ഒരു അധികാര ശക്തി കൂടാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റിയാലും വിശുദ്ധമായ ഖുർആനിന് തെറ്റുപറ്റുകയില്ല. ഖുർആനിന് തെറ്റുപറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശാസ്ത്രത്തിന് തെറ്റിപ്പോയ ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇന്ന് എന്തെങ്കിലും അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഇന്ന് ശാസ്ത്രലോകം പുരോഗമിക്കുമ്പോൾ അള്ളാനെ മറന്നുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകൾ കുത്തിയിറക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കാനാണ് നിങ്ങൾ ബഹിരാകാശങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ, ഇന്ന് ബഹിരാകാശങ്ങളിൽ ഓരോ സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, അള്ളാഹു സംവിധാനിച്ച ഈ ഗ്രഹങ്ങളിലും ആകാശ ലോകത്തുള്ള സംവിധാനങ്ങളിലെ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ. പ്രിയമുള്ളവരെ, ചോദിക്കുകയാ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം സംവിധാനിച്ചാൽ പഠിച്ചാൽ അതിൽ ഒരു 100 ന്യൂനതകൾ കാണും, ഏറ്റക്കുറവുകൾ കാണും. പ്രിയമുള്ളവരെ, എന്നാൽ അള്ളാഹ് പഠിച്ചതിൽ ഏറ്റക്കുറവുകളില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുവിനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ. ഇന്ന് ഖുർആൻ പിറകെയാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രലോകമാണ് മുമ്പിൽ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെയും ദീനിനെയും ദീനിന്റെ അഖിലുകാരെയും എന്റെ പ്രിയപ്പെട്ടവരെ വഴിപിഴപ്പിക്കാനായിട്ട് കടന്നു വരുന്ന നിരീശ്വര ചിന്തകളോട് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാകാ, ആകാശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളായി തിബാകാ, 7 തട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചില്ലയോ? മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ചോദിക്കുകയാ, പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ യാതൊരു ഏറ്റക്കുറവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ നീയൊന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫർജിൽ ബസറ, എങ്കിൽ നീ ഉണ്ടല്ലോ ഒന്ന് നിന്റെ ദൃഷ്ടിയൊന്ന് മടക്കിയിട്ട് നീ നോക്കുക, സാവധാനത്തോടെ സമാധാനത്തോടെ ഒന്ന് നോക്കടോ. ഹൽ തറാ മിൻ ഫുതൂർ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ നിനക്ക് കാണാൻ സാധിക്കുമോ എന്ന് ഒന്ന് നിങ്ങളെ ദൃഷ്ടിയുണ്ടല്ലോ സാവധാനം മടക്കിയിട്ടൊന്ന് നോക്കടോ. എങ്കിലുണ്ടല്ലോ അള്ളാഹനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ന് ബഹിരാകാശത്ത് പോയിട്ട് പ്രസ്താവനകൾ നടത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹ് പറയുകയാ, സുന്നിർജിഅൽ ബസറ കറതൈനി യൻകലിബ് ഇലൈകൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. പിന്നെയും നിങ്ങൾ 2 ആവർത്തി നിങ്ങൾ മടക്കി നോക്കുക, നിന്ദ്യമായ നിലയിൽ നിങ്ങളെ ദൃഷ്ടി താഴ്ത്തിക്കൊണ്ട് തീരെ പരാജയമാക്കിക്കൊണ്ട് നിങ്ങൾ ആകാശ ലോകത്തിൽ നിന്ന് നിങ്ങൾ തിരികെ വരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഖുർആനിനെയും അള്ളാനെയും വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അള്ളാഹ് തന്ന ഈ ബുദ്ധി കൊണ്ട് അള്ളാനെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. പ്രിയമുള്ളവരെ, തോറ്റുപോകും.
ഖുർആനിനെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്, തോറ്റുപോകും. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ആ ഭൂമി നമ്മൾ ഇന്ന് ടെക്നോളജികളിൽ ഫോൺ വീഡിയോകളിലും അതുപോലെ തന്നെ ടെക്നോളജികളായിട്ടുള്ള വസ്തുക്കളിലൂടെയും എന്റെ പ്രിയപ്പെട്ടവര് നാം ഇന്ന് ആ സൂര്യനെയും ചന്ദ്രനെയും എന്റെ പ്രിയപ്പെട്ടവര് ഭൂമിയെയും നമ്മൾ കണ്ടു. എന്ത് രസമാണ് അള്ളാഹു ഇതിനെയൊക്കെ പടച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഏറ്റക്കുറവുകളുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴം എന്നറിയപ്പെടുന്ന നമ്മൾ പേര് നൽകിയ ആ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം എന്ത് രസമാണ് പ്രിയപ്പെട്ടവരെ. ഗാലക്സികൾ എന്ത് രസമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു പടച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഏറ്റക്കുറവുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇന്ന് ശാസ്ത്രലോകത്തിന് തെറ്റുപറ്റിയാലും വിശുദ്ധമായ ഖുർആനിന് തെറ്റുപറ്റുകയില്ല എന്നതിലെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരട്ടെ. പണ്ട് കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നാം പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് സൂര്യന് എന്താണ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അതിനെ വലയം ചെയ്യുന്ന മറ്റ് ഗ്രഹങ്ങള് ആ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പഠിച്ചെങ്കിൽ പിൻകാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ 2023 ISROയിലെ പേടകം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് ആ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോൾ അവിടുത്തെ പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ പ്രിയപ്പെട്ടവരെ? അതായത് സൂര്യന് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു ഗ്രഹങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശാസ്ത്രലോകത്തിന് തെറ്റുപറ്റിയില്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇന്നും വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു കാര്യമായി ശാസ്ത്രലോകത്തിന് മാറിയിരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതായത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെയും മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹായുടെയും മക്കളാണ് നാം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇന്നുണ്ടായത് ഡാർവിന്റെ സിദ്ധാന്തത്തില് ഇന്ന് കുരങ്ങൻ വാല് മുറിച്ച് മനുഷ്യനായി എന്ന് തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു കൊടുക്കുമ്പോ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ വാതായനം വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിലാണ് ഞാൻ പടച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ആ ഒരു സൃഷ്ടിപ്പ് അള്ളാഹനെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇന്ന് ഖുർആൻ പിറകെയാണ്, അതുപോലെ ഖുർആൻ പിറകെയാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രലോകമാണ് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നിരീശ്വര ചിന്തകള് കുത്തി നിറയ്ക്കുന്ന നിരീശ്വരവാദികളോട് പറയട്ടെ, ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഖുർആനിനെ മറികടന്നുകൊണ്ട്, ഈ വിശുദ്ധമായ ഖുർആനിനെ മറികടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മതങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകളെ കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒരു കൂട്ടം ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യനെയും ടെക്നോളജികൾ കൊണ്ട് റോബോട്ടുകളെയും ഉണ്ടാക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കൺപീലി ഒന്ന് വളരുന്നതിന് വേണ്ടി, അതിന്റെ രോമങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി, അതിന്റെ നഖങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. എന്നാൽ കൺപീലി ഒന്ന് വളരുന്നതിന് വേണ്ടി, ആ ഒരു രോമങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നഖങ്ങളൊന്ന് വളരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിൽ റൂഹ് വേണം, ആത്മാവ് വേണം. അതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാല് നബിയെ കുൽ പറയുക, മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ അധീനതയിൽപ്പെട്ടതാണ് റൂഹ് എന്നത്. വമാ ഊതീതുഹും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അതിനെക്കുറിച്ച് വളരെ തുച്ഛമായ അല്പമല്ലാതെ അറിവുകൾ മനുഷ്യന് ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആന് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെയും വർത്തമാന കാലത്തെയും ഇനി വരാനിരിക്കുന്ന കാര്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ്, അത്ഭുത ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഇനി വരും കാലത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ടവരെ. ഇന്ന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നുണ്ടല്ലോ വെറും കളിതമാശകളായി കെട്ടുകഥകളാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന ചില
ആളുകളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം അവസാനിക്കുമെന്നതിൽ ഇപ്പോൾ സംശയമില്ലാതായി ഏകദേശം ജനങ്ങൾക്ക് മാറിയിരിക്കുകയാണ്. ISROയിലെ ചെയർമാന് അവിടുന്ന് ചന്ദ്രയാൻ 3 എന്തേ പേടകമിറക്കിയപ്പോൾ സൂര്യൻ അവസാനിച്ചു പോകുമെന്നതില് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. എന്നാൽ ഈ ഖുർആൻ കഴിഞ്ഞു പോയതിനെ കുറിച്ചും വർത്തമാന കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും എന്റെ പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഇനി വരും കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വിശുദ്ധമായ ഖുർആനിലുണ്ട്, പറഞ്ഞു തരട്ടെ. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഇനി വരും കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് വിശുദ്ധമായ ഖുർആൻ എന്നതിന്റെ തെളിവാണ്, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എല്ലാവരും മരണപ്പെടും, മരണപ്പെട്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ ഒരു ആയത്തുകളിലൂടെ വിശുദ്ധമായ ഖുർആൻ. അതാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വർത്തമാന കാലത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഒരു ദൈവിക മഹാഗ്രന്ഥമാണ് പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദക്കാൻ ദക്കാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഈ കാണുന്ന ഭൂമിയുണ്ടല്ലോ പ്രിയമുള്ളവരെ, നാം ഇന്ന് വസിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ പ്രിയമുള്ളവരെ, കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദക്കാൻ ദക്കാ. ഈ ഭൂമിയെ ഒരു പൊടിക്കലങ്ങ് പൊടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. നിന്റെ റബ്ബുമുണ്ടല്ലോ, മലക്കുകളും അണിയണിയായി എന്റെ പ്രിയമുള്ളവരെ അതാ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അതായത് എന്റെ പ്രിയമുള്ളവരെ, ആ ജഹന്നം എന്ന നരകത്തെ ഉണ്ടല്ലോ മലക്കുകൾ വലിച്ചുകൊണ്ടാണ് കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അപ്പോഴാണ് മനുഷ്യന് ഓർമ്മ വരുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
ഖുർആൻ. എന്താണെന്നറിയുമോ? ഇന്ന് ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ വഴിതെറ്റിയ നിന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഉപദേശകരെ കൊണ്ടുവന്ന് നിനക്ക് ഉപദേശം നൽകിയില്ലയോ? എടാ, നല്ല രീതിയിൽ നടക്കടാ, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞതനുസരിച്ചു കൊണ്ടുള്ള രീതിയിൽ നീയൊന്നുണ്ടല്ലോ ജീവിക്കടാ എന്ന് പറഞ്ഞു തരാൻ എത്രയോ ഉപദേശകരെയാണ് നിന്റെ മുമ്പിലേക്ക് നൽകിയത്. എന്നാൽ നിനക്കിന്ന് പുച്ഛഭാവത്തോടുകൂടി എല്ലാം നീ തള്ളിക്കളയുകയില്ലായിരുന്നോ? ഉപദേശകരെ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഉപദേശങ്ങളിൽ പോലും നീ ഉണ്ടല്ലോ പുച്ഛഭാവത്തോടുകൂടി കണ്ടുകൊണ്ട് ആ ഉപദേശകരെ പോലും ഇന്ന് അതായത് ഉപദ്രവിക്കുന്ന മാനസികമായ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചവനല്ലേ, ഇന്നവരെ പ്രയാസപ്പെടുത്തിയവരല്ലേ. ഇന്ന് കാലം മാറിപ്പോയില്ലേ പ്രിയമുള്ളവരെ? ഇന്ന് ഉപദേശിക്കാൻ കടന്നു വന്നാൽ ഉപദേശകർ കുറ്റക്കാരാകുന്ന കാലമായി മാറിയില്ലേ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? അന്നേ ദിവസം നിനക്ക് ഓർമ്മ വന്നിട്ട് എന്ത് പ്രയോജനമാണ് നിനക്കുള്ളതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഓരോ ധിക്കാരികളായ മനുഷ്യരുമുണ്ടല്ലോ, നാളെ എന്റെ പ്രിയമുള്ളവരെ പാരത്രികമായ ലോകത്തവൻ പറയുന്ന കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഓരോ ധിക്കാരികളായ മനുഷ്യരും നാളെ പറയുമത്രേ, യാ ലൈതനീ, എന്റെ നാശമേ, എന്റെ നാശമേ, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എന്റെ നാശമേ, ഈ ജീവിതത്തിന് വേണ്ടിയുണ്ടല്ലോ എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾ മുന്തിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മയായ കാര്യങ്ങൾ മുന്തിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നേനെ എന്ന് ഓരോ ധിക്കാരികളായ മനുഷ്യരും നാളെ ഉണ്ടല്ലോ ആഖിറത്തിൽ പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയുമോ? യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഇന്നേ ദിവസമുണ്ടല്ലോ അല്ലാഹ് നിനക്ക് തരുന്ന ശിക്ഷയേക്കാള് മറ്റാർക്കും നിന്നെ ശിക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശിക്ഷയാണ് അല്ലാഹു നിനക്ക് നൽകുന്നത്. വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലാഹ് ബന്ധിപ്പിക്കുന്നത് പോലെ മറ്റാർക്കും നിന്നെ ബന്ധിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധിപ്പിക്കലാണ് അല്ലാഹു നിന്നെ ബന്ധിപ്പിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ധിക്കാരികളായ മനുഷ്യരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ സ്വന്തം നഫ്സിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിക്കൊണ്ട് ജീവിച്ച ആളുകളുണ്ടല്ലോ, മറ്റുള്ളവരെ വേദനിപ്പിച്ചവരുണ്ടല്ലോ, പ്രയാസപ്പെടുത്തിയവരുണ്ടല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അതായത് കരിവാരി തേച്ചവരുണ്ടല്ലോ, എല്ലാവരെയും നാളെ ആഖിറത്തിലുണ്ടല്ലോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറബുണ്ടല്ലോ ആ ജഹന്നം എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാം. ഇനി സ്വർഗത്തിന്റെ അഹലുകാരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. ഈ സമാധാനം നിറഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. എങ്ങനെയുള്ളവരാണെന്നറിയുമോ പ്രിയമുള്ളവരെ? ദുനിയാവിലുണ്ടല്ലോ ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച, ദീൻ പറഞ്ഞപ്പോ പലയിടത്തും ഒറ്റപ്പെട്ടു പോയാ, പലയിടത്തുനിന്നും ആട്ടി ഓടിക്കപ്പെട്ടില്ലേ? അള്ളാഹിനെ അവന്റെ റസൂലിനെയും ദീനിനെയും സ്നേഹിച്ച് വഴിപ്പെട്ട് ജീവിച്ച മനുഷ്യ, അള്ളാഹ് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, പരീക്ഷണങ്ങൾ വന്നപ്പോ എന്റെ റബ്ബിന്റെ സ്നേഹമാണതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ കൈകൊണ്ടവരുണ്ടല്ലോ, അവരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. സമാധാനത്തോടുകൂടി നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടവനായ നിലയിൽ മടങ്ങിക്കോ. എവിടേക്കാണ് മടങ്ങേണ്ടതെന്നറിയുമോ?
ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോളുവിന്. വദ്ഖുലി ജന്നതി, ഒരു കണ്ണുകൾ കൊണ്ടും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവികൾ കൊണ്ടും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ഇന്നത്തെ ഇങ്ങനത്തെ ഒരു കാലം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരു ദിവസം നിന്നിലേക്ക് വരാനുണ്ടെന്ന് വിളിച്ചു പറയുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നതെന്ന ഒരു സത്യസന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ ഖുർആൻ നമുക്ക് നൽകുന്നത്. ഈ ഖുർആൻ എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞുപോയ കാലത്തെയും വർത്തമാനകാലത്തെയും ഇനി വരാനിരിക്കുന്ന കാലത്തെയും സൂചിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ എന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ചു. വിജയത്തിലേക്കാണ് നിന്റെ ജീവിതം കൊണ്ടുപോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.